നമുക്ക് വീട് വെച്ച് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ, അതായത് അന്ന് വയനാട്ടിൽ ഇത്രയും പ്രശ്നം വന്നപ്പോൾ ഒറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടൊരു ജനത ആ ഒരു ദുരന്ത ഭൂമിയിൽ തന്നെ താമസിക്കുമോ എന്നൊരു ചിന്ത കൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് മാറി. ഇപ്പൊ നമുക്കായാലും നമ്മളിപ്പോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യർ, നമ്മുടെ ചുറ്റും ഓടിക്കളിച്ചവരൊന്നും ഇല്ലാത്തൊരു പ്രദേശത്ത് ഒരു വേക്കൻറ്റ് സ്പേസ് അനുഭവപ്പെടുമ്പോൾ അവിടെ തന്നെ താമസിക്കാൻ നമുക്ക് തോന്നത്തില്ലല്ലോ. അപ്പൊ ഞാൻ കരുതി അങ്ങനെ മാറി വരാൻ താല്പര്യമുള്ളവർക്ക് കൊല്ലം ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു 10-60 സെന്റ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അവൻ അതില് വീട് വെച്ചോടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിലുള്ള സിമെന്റ് കാല് അല്ലെങ്കിൽ കട്ട കമ്പനിക്കാർ ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഒരു 5-10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ ബാക്കി സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് പലരും തയ്യാറായിരുന്നു. അപ്പൊ 2-3 വീടുകൾ വരെ നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ തന്നെയാണ് എഴുതുന്നത്. കൊല്ലത്ത് വന്നാൽ ചെയ്തു കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി വന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടിയും മറ്റും പറയുന്നു. സർക്കാർ കൃത്യമായിട്ട് കണക്കുകൾ കാണിക്കും, കാര്യങ്ങൾ ചെയ്യും, അത് ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ജനാധിപത്യപരമായിട്ടൊരു മുഖ്യമന്ത്രി കാണിച്ചൊരു മര്യാദയാണ്. പൊതുജനം ഉയർത്തിയ വിഷയങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന രോഷങ്ങളിൽ അദ്ദേഹം മറുപടി പറയാൻ മാന്യത കാണിച്ചു. വയനാട്ടിൽ ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്യും, ജനത്തിന് എന്നെ വിശ്വസിച്ച് പൈസ തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, ഞാനും നിങ്ങൾക്ക് തരാം. കാര്യം നമ്മുടെ ലക്ഷ്യം ഞാൻ വെച്ചു കൊടുത്താലും സർക്കാർ വെച്ചു കൊടുത്താലും അവിടുത്തെ ജനതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. സർക്കാർ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കാൻ അവിടെ തയ്യാറുമാണ്.